ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ എന്തോ പഠിച്ചുകൊണ്ടിരുന്നത്? പെയർ ഓഫ് ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ എല്ലാവരും പഠിച്ചുകൊണ്ടിരുന്നത്. എല്ലാവരും അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചെല്ലാം വീട്ടിൽ പോയി നോക്കിയാ? അപ്പോൾ എന്തൊക്കെ മനസ്സിലായി പെയർ ഓഫ് ഇക്വേഷൻസിൽ നിന്ന്? കണക്കൊക്കെ ഒരുവിധം ചെയ്യാൻ മനസ്സിലായല്ലേ? അപ്പോൾ നമുക്ക് അഡ്വാൻസ്ഡ് ഏരിയയിലോട്ട് പോവാം. പെയർ ഓഫ് ഇക്വേഷൻസിൻ്റെ ഓക്കെ. പെയർ ഓഫ് ഇക്വേഷൻസ് ശ്രദ്ധിച്ചിരിക്കണേ. ഞാൻ പറഞ്ഞു ആദ്യത്തെ ക്ലാസ്സിൽ എന്താണ്, സ്വല്പം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. കിട്ടിക്കഴിഞ്ഞാൽ നാക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നോക്കിയേ, ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. എ ക്ലാസ് ഹാസ് 4 more ഗേൾസ് ദാൻ ബോയ്സ്. എന്താ പറയുന്നത്? ഒരു ക്ലാസ്സിൽ എന്തുണ്ട്? 4 more ഗേൾസ് ദാൻ ബോയ്സ്. ആൺകുട്ടികളെ കാട്ടി 4 പെൺപിള്ളേർ കൂടുതലുണ്ട്. എന്താ പറയുന്ന? ഒരു ക്ലാസ്സിൽ അവിടെ എത്ര ആൺകുട്ടികളുണ്ടെന്ന് നമുക്കറിയത്തില്ല. അപ്പം ആ ആൺകുട്ടികളെ കാട്ടി എത്ര കൂടുതലുണ്ട്? പെൺകുട്ടികൾ 4 പേര് കൂടുതലുണ്ട്. മനസ്സിലായ? ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളെ കാട്ടി ഒരു 4 പെൺകുട്ടികൾ എക്സ്ട്രാ ഉണ്ട്. ഇനി പറയുന്നു, ഓൺ എ ഡേ വെൻ ഓൺലി 8 ബോയ്സ് വെയർ ആബ്സെന്റ്. ഒരു ദിവസം അന്ന് എത്ര ആൺകുട്ടികൾ ആബ്സെന്റ് ആയിരുന്നു? 8 ആൺകുട്ടികൾ ആബ്സെന്റ് ആയിരുന്നു. അപ്പോൾ ഒരു ദിവസം 8 ആൺകുട്ടികൾ ആബ്സെന്റ് ആയ ഒരു ദിവസം. അപ്പോൾ എന്താ കഥ പറയുന്നത് നോക്കിയേ. അപ്പോൾ ഓൺ എ ഡേ വെൻ ഓൺലി 8 ബോയ്സ് വെയർ ആബ്സെന്റ്, നമ്പർ ഓഫ് ഗേൾ വാസ് ട്വൈസ് ദാറ്റ് ഓഫ് ദ ബോയ്സ്. എന്താ പറയുന്നത്? അപ്പം എന്താ പറയുന്നത്? ഒരു ദിവസം ക്ലാസ്സിൽ 8 ആൺപിള്ളേർ വന്നില്ല. അപ്പോൾ 8 ആൺപിള്ളേർ വരാന ദിവസം പെൺകുട്ടികളുടെ എണ്ണം എന്ന് വെച്ചാൽ ആൺകുട്ടികളുടെ എണ്ണത്തിന്റെ ഇരട്ടിയായിരുന്നു. മനസ്സിലായ? 8 ആൺകുട്ടികൾ വരാത്ത ആ ദിവസത്തെ പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ആൺകുട്ടികളുടെ ഇരട്ടി പെൺകുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് അന്ന്. കാര്യം മനസ്സിലായ? കാര്യം മനസ്സിലായല്ലേ? ഒന്നുകൂടെ ഞാൻ പറയാം. ഒരു ക്ലാസ്സിൽ എത്ര ആൺകുട്ടികളുണ്ടോ അതിനെ കാട്ടി ഒരു 4 പെൺകുട്ടികൾ എക്സ്ട്രാ ഉണ്ട്. ഒരു ദിവസം 8 ആൺകുട്ടികൾ വന്നില്ല. ഒരു ദിവസം 8 ആൺകുട്ടികൾ വന്നില്ല. അപ്പൊ അന്നത്തെ സ്പെഷ്യാലിറ്റി എന്താ? 8 ആൺകുട്ടികൾ വരാനുള്ള ദിവസം ഉള്ള കണക്ക് എങ്ങനെയാ? അന്ന് പെൺകുട്ടികളുടെ എണ്ണം, അതായത് 8 ആൺകുട്ടികൾ വരാനുള്ള ദിവസത്തെ പെൺകുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് എന്തായിരുന്നു? ആൺകുട്ടികളുടെ എണ്ണത്തിന്റെ ഇരട്ടിയായിരുന്നു. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഇനി നമുക്ക് ചെയ്യാം. ശ്രദ്ധിക്കാം. അപ്പം ഈ ക്ലാസ് സപ്പോസ് നിങ്ങൾ നിങ്ങളെ ക്ലാസ് ആണെന്ന് വിചാരിക്കുക. 10ാം ക്ലാസ് അല്ലെ 9ാം ക്ലാസ്, 9A 9Bയോ 9Cയോ ഏത് ക്ലാസ്സോ ആയിക്കോട്ടെ. അപ്പം ആൺകുട്ടികളുടെ എണ്ണം നമുക്ക് അറിയത്തില്ല. അറിയാവോ? ഇല്ല. അപ്പൊ ഞാൻ എഴുതുന്നു നമ്പർ ഓഫ് ബോയ്സ്. അറിയാവോ? അറിഞ്ഞൂടാ. അപ്പൊ നമ്പർ ഓഫ് ബോയ്സ്, ആൺകുട്ടികളുടെ എണ്ണത്തിനെ ഞാൻ എക്സ് ആയിട്ട് എടുക്കുന്നു. ആൺകുട്ടികളുടെ എണ്ണത്തിനെ ഞാൻ എന്തായിട്ട് എടുക്കുന്നു? എക്സ് ആയിട്ട് എടുക്കുന്നു. നമ്പർ ഓഫ് ഗേൾസ്, ഗേൾസിന്റെ എണ്ണം എത്രയാ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ പെൺകുട്ടികളുടെ എണ്ണം എന്തായിട്ട് എടുക്കുന്നു? വൈ ആയിട്ട് എടുക്കുന്നു. മനസ്സിലായ? ആൺകുട്ടികളുടെ എണ്ണത്തിനെ ഞാൻ എക്സ് ആയിട്ട് എടുത്തു, പെൺകുട്ടികളുടെ എണ്ണത്തിനെ ഞാൻ വൈ ആയിട്ട് എടുത്തു. ആണേ. ഇനി എന്താ ക്വസ്റ്റ്യനിൽ കഥ പറയുന്നേ? ഒരു ക്ലാസ്സിൽ 4 പെൺകുട്ടികൾ കൂടുതലുണ്ട്. ആൺകുട്ടികളെ കാട്ടി 4 പെൺകുട്ടികൾ കൂടുതലുണ്ട്. അപ്പം ഒരു ക്ലാസ്സിൽ, ഏതോ ഒരു ക്ലാസ് ആയിക്കോട്ടെ, ഇഷ്ടമുള്ള ക്ലാസ് ആയിക്കോട്ടെ, ആ ക്ലാസ്സിൽ എത്ര പെൺകുട്ടികൾ കൂടുതലുണ്ട്? 4 പെൺകുട്ടികൾ കൂടുതലുണ്ട്. അതായത് ക്ലാസ് സപ്പോസ് ഞാൻ 10A ആണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ വേണ്ട, നിങ്ങളെ ക്ലാസ് ആയിക്കോട്ടെ 9A ആണെന്ന് വിചാരിക്കുക. അപ്പൊ അവിടുത്തെ പെൺകുട്ടികളുടെ എണ്ണം, നമ്പർ ഓഫ് ഗേൾസ്, നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് എന്തുവാടാ? 4 പേര് കൂടുതൽ. ആരെ കാട്ടി? ആൺകുട്ടികളെ കാട്ടി. എക്സ് ആൺകുട്ടികളുണ്ട്, എത്രയോ ആൺകുട്ടികളുണ്ട്. അത്ര ആൺകുട്ടികളെ കാട്ടി എത്ര പേര് കൂടുതലുണ്ട്? 4 പേര് കൂടുതലുണ്ട്. കാര്യം മനസ്സിലായല്ലോ? ഗേൾസ് എത്രയുണ്ട്? ആൺകുട്ടികളെ കാട്ടി 4 എണ്ണം കൂടുതൽ ഉണ്ട്. ഇത്ര ഓക്കെയാണ്? മനസ്സിലായ? നമ്പർ ഓഫ് ഗേൾസ് എത്ര? ആൺകുട്ടികളെ കാട്ടി 4 എണ്ണം കൂടുതൽ. ഓക്കെ ആണേ? ഓക്കെ ആണേ? നമ്പർ ഓഫ് ഗേൾസിനെ നമ്മൾ എന്തായിട്ടാ സങ്കല്പിച്ചേക്കുന്നത്? വൈ ആയിട്ടല്ലേ? ഗേൾസിന്റെ എണ്ണത്തിനെ നമ്മൾ വൈ ആയിട്ടല്ലേ സങ്കല്പിച്ചേക്കുന്നത്? അപ്പൊ വൈ എന്ന് പറയുന്നത് 4 + x അല്ലേ? വൈ എന്ന് പറയുന്നത് 4 + x അല്ലേ? അതിലാർക്കെങ്കിലും തർക്കം ഉണ്ടാ? ഇല്ല. ഒരു തർക്കം വരാൻ സാധ്യതയില്ല. കാരണം അതുപോലെയല്ലേ അവിടെ എഴുതി വെച്ചേക്കുന്നത്. നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത്
ആൺകുട്ടികളെ കാട്ടി 4 എണ്ണം കൂടുതലുണ്ട്. ഈ എക്സ് എന്ന് വെച്ചാൽ എന്താ? നമ്പർ ഓഫ് ബോയ്സ് ആട്ടാ. അപ്പം നമ്പർ ഓഫ് ബോയ്സിനെ കാട്ടി 4 പേര് കൂടുതലാ ആര്? നമ്പർ ഓഫ് ഗേൾസ്. അപ്പൊ നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് y. y എന്ന് പറയുന്നത് ആൺകുട്ടികളെ കാട്ടി 4 എണ്ണം കൂടുതലാണ് ഇല്ലേ? ഇതിനെ നമ്മൾ എങ്ങനെ ഒരു ഇക്വേഷൻ ആക്കും? എങ്ങനെ നമുക്ക് ഇതിനെ ഒരു ഇക്വേഷൻ ആക്കാം? നോക്കിയേ, എക്സ് വൈ അല്ലേ? നമ്മൾ ഇക്വേഷനിൽ ഞാൻ പഠിച്ചെന്തോ എക്സും വൈ അല്ല ഒരു സൈഡില്, മറ്റേതെല്ലാം അപ്പുറത്തെ സൈഡിൽ നിന്നല്ലേ. ഞാന് എക്സിനെ അവിടെ തന്നെ എക്സ് എടുത്ത് വൈ അപ്പുറം പോകുമ്പോൾ എന്താവൂടോ? എക്സ് എവിടെ ഉണ്ട്, വൈ അപ്പുറം കൊണ്ടുപോയി എന്താവും? പ്ലസ് വൈ അപ്പുറം പോകുമ്പം മൈനസ് വൈ ആവത്തില്ലേ? അപ്പം ഈ സൈഡിലോട്ട് ഞാൻ എല്ലാത്തിനെയും കൊണ്ടുപോവുക. അപ്പൊ എക്സ് അവിടെ തന്നെ ഉണ്ട്, വൈ അപ്പുറം കൊണ്ടുപോയി മൈനസ് വൈ ആക്കി. 4 ഓൾറെഡി അവിടെ ഉണ്ട്, +4. അപ്പം ഈ ഈക്വൽ ടു, അപ്പൊ ഇപ്പുറത്തെ സൈഡിൽ ആള് വന്നോ? ആളില്ല. കാരണം ഇവിടെ കിടന്ന ആകെപ്പാട് ഇവിടെ ഉള്ള ആരായിരുന്നു? വൈ ആയിരുന്നു. ആ വൈയെ കൂടെ അപ്പുറം കൊണ്ടുപോയപ്പോഴത്തേക്ക് ഈ സൈഡിൽ ആളുണ്ടാ? ഇല്ല. അപ്പൊ അവിടെ എന്തായി? 0 ആയി. കാര്യം മനസ്സിലാവുന്നുണ്ടാ? എക്സ് പ്ലസ് വൈ അപ്പുറം പോയി മൈനസ് വൈ +4 = എത്ര? 0. സിമ്പിൾ അല്ലേ? അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ആക്കാം. എക്സ് മൈനസ് വൈ +4 അപ്പുറം കൊണ്ടുപോകുമ്പോൾ എന്താവും? -4. നിങ്ങൾ ആദ്യമായിട്ടോണ്ടാണ് ഞാൻ ഇത്ര ഇറങ്ങി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. ഇനി അങ്ങനെയൊന്നും പറയത്തില്ല, ഇനി ഞാൻ ഓടിച്ചു പോകും. അപ്പം ശ്രദ്ധിച്ചിരിക്കുക, എക്സ് മൈനസ് വൈ നമ്മൾ 8ൽ പഠിച്ചത് ഇത് വൃത്തിയായിട്ട് +4നെ അപ്പുറം കൊണ്ടുപോയി -4 ആക്കി. അപ്പൊ ഇതാണ് എന്ത്? ഒന്നാമത്തെ ഇക്വേഷൻ. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ, സംശയമുണ്ടോ? ഒന്നുമില്ല അല്ലേ? ഇനി അടുത്ത കണ്ടീഷൻ എന്താ പറയുന്നേ? ആ ദിവസം എല്ലാവരും പേടി സ്വപ്നമായി നിന്ന ആ ദിവസം വന്നെത്തി ഇല്ലേ? ആ ദിവസം വന്നെത്തി. അന്ന് എന്താ പറയും? നമ്മളെ മെനക്കെടുത്താനായിട്ട് എന്തിനാ ആൺപിള്ളേർക്കൊക്കെ അന്ന് ദിവസം വന്നുകൂടായിരുന്ന ഇല്ലേ? നമ്മളെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഓരോന്ന് വരുത്തില്ല. അപ്പൊ നോക്കിയേ, അന്ന് എത്ര ആൺപിള്ളേരാ ആബ്സെന്റ് ആയിരുന്നെന്ന് പറഞ്ഞാൽ 8 ആൺപിള്ളേര് വന്നില്ല. അതായത് എത്ര ആൺപിള്ളേരുണ്ട്? മൊത്തത്തിൽ X ആൺപിള്ളേരുണ്ട്. എത്രയോ ആൺപിള്ളേരുണ്ട്. അതിൽ നിന്ന് എത്ര ആൺപിള്ളേര് വന്നില്ല? 8 ആൺപിള്ളേര് വന്നില്ല. അപ്പം നമ്പർ ഓഫ് ബോയ്സ് പ്രസന്റ്, അന്ന് എത്ര ആളുകൾ ഉണ്ടായിരുന്നു? അന്ന് എത്ര ആൺപിള്ളേരുണ്ടായിരുന്നു? അന്ന് X-8 ആൺപിള്ളേരെ ക്ലാസ്സിൽ ഉള്ളായിരുന്നു ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ പറയുന്നു 8 പേര് ആബ്സെന്റ് ആയ ആ ദിവസത്തെ പെൺപിള്ളാരുടെ എണ്ണം എന്ന് പറയുന്നത് നമ്മൾ വയ്യ അല്ലേ? വൈ എന്ന് പറയുന്നത് എന്താന്ന് പറയുന്നു? ആൺപിള്ളാരുടെ എണ്ണത്തിന്റെ ഇരട്ടിയാണെന്ന് പറയുന്നു ഇല്ലേ? ആൺപിള്ളാരുടെ എണ്ണം എത്ര? X-y. അതിന്റെ ഇരട്ടി എന്ന് പറയുമ്പം × 2. മനസ്സിലായ? അന്നത്തെ ദിവസത്തെ പെൺപിള്ളാരുടെ എണ്ണം എന്ന് പറയുന്നത് അന്ന് വന്ന ദിവസത്തെ ആൺപിള്ളാരുടെ എണ്ണത്തിന്റെ ഇരട്ടിയായിരുന്നു. ഓക്കെ ആണ്? ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വേണ്ടിയാണ് ഇക്വേഷൻ എന്നൊക്കെ ഇട്ട് വെച്ചത് കേട്ടാ. ഇനി നോക്കിയേ, y = ബ്രാക്കറ്റ് ഓപ്പറേറ്റ് ചെയ്യാം. x × 2. എന്തോ x × 2? 2x മൈനസ് 8 × 2 എത്ര? 16 അല്ലേ? y = 2x മൈനസ് 16. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ ഒരു ഇക്വേഷൻ ആക്കാം? നോക്കിയേ, 2x പ്ലസ് y അപ്പുറം പോയി -y -16 = ഈ സൈഡിൽ ആളുണ്ടാ? ഇല്ല, 0. ഇനി നോക്ക്, 2x മൈനസ് y = -16 അപ്പുറം പോകുമ്പം +16. ഇക്വേഷൻ നമ്പർ 2. വേറെ മെത്തേഡ് ഉണ്ട് കേട്ടോ ഇത് ചെയ്യാൻ. അത് ഞാൻ എന്താ പറയാത്തതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു ഒറ്റ മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. എല്ലാ മെത്തേഡും കൂടെ ഫോളോ ചെയ്ത് കുഴപ്പിച്ച് വെക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ മറ്റേ മെത്തേഡ് അടുത്തൂലെ പോയും പറയാൻ. അപ്പൊ ഇതങ്ങ് ഫോളോ ചെയ്താൽ മതി. അപ്പൊ ഇത്ര എന്താ പറഞ്ഞതെന്ന് ഞാൻ ഒന്നുകൂടെ ശ്രദ്ധിച്ച് പറഞ്ഞുതരാം. ഒരു ദിവസം ഒരു ക്ലാസ്സിൽ എത്രയോ ആൺപിള്ളേരുണ്ട്. ആൺപിള്ളേരുടെ എണ്ണം നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് ആൺപിള്ളേരെ x ആയിട്ട് എടുത്ത്. എത്രയോ പെൺപിള്ളേരുണ്ട്. പെൺപിള്ളേരുടെ എണ്ണം നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് ആ പെൺപിള്ളേരെ y ആയിട്ട് എടുത്ത്. ഓക്കെ ആണേ? അപ്പൊ പറയുന്നതെന്ന് വെച്ചാല് പെൺപിള്ളേരെന്ന് പറയുന്നത് ആൺപിള്ളേരെക്കാട്ടി 4 പേര് കൂടുതലുണ്ട്. 10 ആൺപിള്ളേരുണ്ടെങ്കിൽ 14 പെൺപിള്ളേരുണ്ട്. അതായത് 10 + 4 പെൺപിള്ളേർ എക്സ്ട്രാ ഉണ്ട്. അതായത് y എന്ന് പറയുന്ന പെൺപിള്ളേരാ അല്ലേ? y എന്ന് പറയുന്ന x + 4. എത്ര ആൺപിള്ളേരുണ്ടോ അതിനെക്കാട്ടി 4 പേര് കൂടുതലുണ്ട്, എക്സ്ട്രാ ഉണ്ട്. അങ്ങനെയാണ് നമുക്ക് പറയാം. നോക്കിയേ, y = 4 + x എന്ന് നമ്മൾ വെണ്ടയ്ക്ക പോലെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ y ഇവിടെ കിടക്കുന്ന y അപ്പുറം കൊണ്ടുപോയപ്പോൾ എന്തായി?
ഇവിടെ +y ആയിരുന്നു, അപ്പുറം പോയപ്പോൾ അത് -y ആയി. അപ്പുറത്തെ സൈഡിൽ ഒരു 4 ഉണ്ട്. അപ്പൊ ഇപ്പുറത്തെ സൈഡിൽ ഈ y അപ്പുറം പോയപ്പോൾ ഇവിടെ ആളുണ്ടാ ഇല്ല, അതുകൊണ്ട് അതിന് പകരം എന്ത് ഇട്ട് കൊടുത്തു? 0 ഇട്ട് കൊടുത്തു. ഇനി നോക്കിയേ, x - y + 4 = 0. അപ്പൊ x - y എന്ന് പറയുന്നത് +4 അപ്പുറം പോകുമ്പോൾ എന്തായി? -4 ആയി. +4 അപ്പുറം പോയപ്പോൾ എന്തായി? -4 ആയി. ഇത്രയും പക്കയാണ്, ഒരു രക്ഷയില്ലല്ലേ. ഇനി നോക്കിയേ, അടുത്ത കണ്ടീഷൻ, ഒന്നാമത്തെ കണ്ടീഷൻ വെച്ച് നമ്മളൊരു ഇക്വേഷൻ, എല്ലാ ക്വസ്റ്റ്യനിലും ഇങ്ങനെ ശ്രദ്ധിച്ചോണം, എല്ലാ ക്വസ്റ്റ്യനിലും ഇങ്ങനെ 2 കണ്ടീഷൻ പറയും. ആ ഒന്നാമത്തെ കണ്ടീഷൻ വെച്ച് ഒരു സിമ്പിൾ ഒരു ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കാം, രണ്ടാമത്തെ കണ്ടീഷൻ വെച്ച് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒരു ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കും. ഈ 2 ഇക്വേഷൻ കൂടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൺപിള്ളേരുണ്ട് എത്ര പെൺപിള്ളേരുണ്ടെന്ന് നമുക്കന്ന് വ്യക്തമായിട്ട് പറയാൻ പറ്റും. ഓക്കെ ആണല്ലേ? അപ്പം ഈ രണ്ടാമത്തെ കണ്ടീഷൻ എന്താ പറയുന്നത് നോക്കിയേ, ഒരു ദിവസം എത്ര ആൺപിള്ളേര് വന്നില്ല? 8 ആൺപിള്ളേര് വന്നില്ല. അപ്പൊ 8 ആൺപിള്ളേര് വന്നില്ല, ആകെപ്പാട് x ആൺപിള്ളേരേ ഉള്ളൂ, അതിൽ 8 ആൺപിള്ളേര് വന്നില്ല. അന്നേ ദിവസത്തെ പെൺപിള്ളേരുടെ എണ്ണം എന്ന് വെച്ചാൽ എന്താ? വയ്യ പെൺപിള്ളേരുടെ എണ്ണം. അന്നേ ദിവസത്തെ പെൺപിള്ളേരുടെ എണ്ണം എന്ന് പറയുന്നത് അന്ന് വന്ന ആൺപിള്ളേർ എത്രയാ? x - 8. അന്ന് വന്ന ആൺപിള്ളേർ x - 8, അന്ന് വന്ന ആൺപിള്ളേരുടെ എണ്ണത്തിന്റെ ഇരട്ടി. x - 8ന്റെ ഇരട്ടി എന്ന് വെച്ചാൽ എന്തോ? ഇരട്ടി എന്ന് വെച്ചാൽ × 2 ഇല്ലേ? 2ന്റെ ഇരട്ടി എന്തുവാ? 2 × 2 4 ഇല്ലേ? 4ന്റെ ഇരട്ടി എന്തുവാ? 8. 4 × 2. അപ്പം അന്നത്തെ ദിവസം പെൺപിള്ളേരുടെ എണ്ണം എന്ന് പറയുന്നത് അന്ന് വന്ന ആൺപിള്ളേരുടെ എണ്ണത്തിന്റെ ഇരട്ടി. അന്ന് വന്ന ആൺപിള്ളേർ എത്രയാ? x - 8, അതിന്റെ ഇരട്ടി × 2 ഇല്ലേ? അപ്പൊ y = x × 2 2x -8 × 2 16. അപ്പൊ y = 2x - 16. ഇനി നോക്കിയേ, ഈ +y അപ്പുറം കൊണ്ട് കളഞ്ഞ് ഈ +y അപ്പുറം കൊണ്ടുപോയി -y ആയി. -16 ഓൾറെഡി അവിടെ ഉണ്ട്, ഇവിടെ ആളുണ്ട് അപ്പം ഇല്ല, അപ്പൊ അതിന് പകരം 0. അപ്പം 2x - y - 16 = 0. അപ്പൊ 2 ഇക്വേഷൻ, ഒന്ന് x - y = -4 ഈ -16 അപ്പുറം കൊണ്ടുപോയപ്പം 2x - y = 16. 2 ഇക്വേഷൻ നമ്മൾ ഇവിടെ നിന്ന് കിട്ടി. ആണേ, ഇനി നമ്മൾ സോൾവ് ചെയ്യാൻ പോവാ. സോൾവ് ചെയ്യാൻ എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു. എന്താ നമ്മുടെ ഇക്വേഷൻ? x - y = -4. ഇതല്ലേ ഒന്നാമത്തെ ഇക്വേഷൻ. അടുത്ത ഇക്വേഷൻ എന്തുവാ? 2x - y = 16. നമ്മളൊരു കാര്യം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? എന്താ കാര്യം? ഓർത്തേ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച ആ കാര്യം എന്താ? അത് തന്നെ, എന്താ? കോഎഫിഷ്യന്റ് സെയിം ആണെങ്കിൽ നമുക്ക് അതിനെ സബ്ട്രാക്ട് ചെയ്ത് കളയാം എന്ന് പറയാം. നോക്കിയേ, ഇവിടെ x ഇവിടെ 2x സെയിം ആണോ? അല്ല. പക്ഷെ ഇവിടെ നോക്കിയേ, ഇവിടെയും y സെയിം അല്ലേ? അപ്പൊ നമുക്ക് അതിനെന്താ ചെയ്യാം? വെട്ടിക്കളയാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താ? രണ്ടും മൈനസ് ആയി പോയി. അപ്പൊ നോക്കിയേ, മൈനസും എന്താ? പ്ലസ്. അപ്പൊ നമുക്ക് കൂട്ടാനേ പറ്റത്തുള്ളൂ ഇല്ലേ? കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഈ കുറയ്ക്കണമെങ്കിൽ എന്താക്കണം? ഈ മൈനസിനെ നമ്മൾ എന്താക്കി കൊടുക്കണം? പ്ലസ് ആക്കി കൊടുക്കണം. ആണേ, അപ്പൊ ഈ മൈനസിനെ നമ്മൾ പ്ലസ് ആക്കുക. അപ്പൊ ഇപ്പൊ എന്തായി? ഈ മൈനസിനെ പ്ലസ് ആക്കിയപ്പോ പ്ലസും മൈനസും മൈനസ് ആയി. അപ്പൊ നമ്മൾ വെട്ടിക്കളയുമ്പോൾ എന്തായി? 0 ആയി. പ്ലസും മൈനസ്. അപ്പൊ 1 ൽ നിന്ന് കുറച്ചാൽ 0, y ന്ന് y കുറച്ചാൽ 0. ആണേ, അങ്ങനെ ചുമ്മാ ഒരുത്തന്റെ സൈൻ മാറ്റാൻ നമ്മൾ സമ്മതിക്കുവോ? അപ്പം എന്റെ ഒരു സാധനം ഒരുത്തൻ ഞാൻ ചുമ്മാ കൊടുക്കുവോ? ഇല്ല. അപ്പൊ അവൻ എന്തെങ്കിലും എനിക്ക് തരണം ഇല്ലേ? അപ്പം ഞാൻ ഇവന് എന്താ ചുമ്മാ കൊടുത്തയാണോ? അല്ല, അവന്റെ സൈൻ മാറ്റി. അപ്പൊ സൈൻ മാറ്റിയത് കൊണ്ട് ഇവന്മാരൊന്നും സമ്മതിക്കത്തില്ല. അപ്പം എന്താ ചെയ്യാ? ഇതിന്റെ സൈൻ മാറ്റിയത് കൊണ്ട് ഇതിന്റെയും സൈൻ മാറ്റണം, അതിന്റെയും സൈൻ മാറ്റണം. ഒരുത്തന്റെ അവകാശമില്ലാതെ, അപ്പൊ ഒരുത്തന് എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും കൊടുക്കുവാണെങ്കിൽ ഇതെല്ലാം ഒരു കുടുംബം പോലെയാ. ഇവരെല്ലാം ഒരു കുടുംബം പോലെ. അപ്പൊ ഒരുത്തൻ എക്സ്ട്രാ എന്തെങ്കിലും ഇട്ട് കൊടുത്താ മറ്റേവനും ഇട്ട് കൊടുക്കണം, അപ്പുറത്ത് ഇരിക്കുന്നവനും ഇട്ട് കൊടുക്കണം. അപ്പം ഇവന്റെ സൈൻ എന്തുവാ? പ്ലസ്. അപ്പൊ അതും മാറ്റി മൈനസ് ആക്കി. ഇവന്റെ സൈൻ എന്തുവാ? പ്ലസ്. അപ്പൊ അതും മാറ്റി എന്താക്കി? മൈനസ് ആക്കി. രണ്ടെണ്ണവും സൈൻ മാറി. ഇത്രയൊക്കെയാണ്. ഇനി അടുത്ത കാര്യം ഞാൻ പറയാം, ശ്രദ്ധിച്ചോ. ഇനി ഇപ്പൊ എന്തായി? ഇവിടെ എക്സും +2x ആയിരുന്നു മുമ്പ്, പക്ഷെ ഇപ്പൊ എന്തായി? -2x ആയി. അപ്പം എക്സും -2x എന്താ? x - 2x. ഒരു x ന്ന് 2x കുറച്ചാ x ഇല്ലേ? വലുതേതാ? ഈ 2x. അപ്പൊ അതിന്റെ സൈൻ -x എന്ന് പറയുന്നത് -4ഉം -16ഉം -16ഉം എത്ര? -4ഉം മൈനസും പ്ലസ് 4ഉം 16ഉം 20. അപ്പൊ -4ഉം -16ഉം -20 ആണേ. മൈനസും വെട്ടിപ്പോയി. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം
എക്സ് ഇസ് ഈക്വൽ ടു എത്ര 20. എക്സ് എന്ന് വെച്ചാൽ എത്രയാ നമ്പർ ഓഫ് ബോയ്സ് ഇല്ലേ. അവ ആ ക്ലാസ്സിൽ എത്ര ആൺകുട്ടികൾ ഉണ്ടായിരുന്നു കണ്ടാ സിമ്പിൾ ആയിട്ട് കിട്ടിയില്ലേ. ആ ക്ലാസ്സിൽ നമുക്ക് എത്ര ആൺകുട്ടികളുണ്ട് ആൺകുട്ടികളല്ല കേട്ടാ ആൺകുട്ടികൾ ഉണ്ടായിരുന്നു 20 ആൺകുട്ടികൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ പെൺകുട്ടികൾ എത്രയാന്നാ പറഞ്ഞേ ആൺകുട്ടികളെ കാട്ടി 4 കൂടുതൽ ഇല്ലേ. ആൺകുട്ടികൾ എത്ര 20 ആണെങ്കിൽ പെൺകുട്ടികൾ എത്ര 20 + 4 24 നമ്പർ ഓഫ് ഗേൾസ്. സിമ്പിൾ അല്ലേ പക്ഷെ പവർഫുൾ. ശ്രദ്ധിക്കുക. ഒരു ക്വസ്റ്റ്യനാ 15 മിനിറ്റ് ഒരു ക്വസ്റ്റ്യൻ. ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ എല്ലാം ചെയ്ത് നോക്കണം കേട്ടാ. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഓക്കെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാ ശ്രദ്ധിക്കുക. The price of 2 pens and 3 notebooks is 40 rupees. 2 പേനയുടെയും 3 നോട്ട്ബുക്കിന്റെയും വില 40 രൂപ. 2 പേനയുടെയും 3 നോട്ട്ബുക്കിന്റെയും വില 40 രൂപ. And the price of 2 pens and 5 notebooks is 60 rupees. പിന്നെന്താ പറയുന്ന 2 പേനയുടെയും 5 നോട്ട്ബുക്കിന്റെയും വില എത്ര രൂപ 60 രൂപ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് എ പെൻ ആൻഡ് എ നോട്ട്ബുക്ക്. അങ്ങനെയാണെങ്കിൽ പേനയുടെ വില എത്ര നോട്ട്ബുക്കിന്റെ വില എത്ര ഇതല്ലേ ക്വസ്റ്റ്യൻ. അപ്പൊ എന്താ ക്വസ്റ്റ്യനിൽ പറയുന്ന നമുക്ക് പേനയുടെ വില അറിയാവോ ഇല്ല. പെൻസിലിന്റെ വില അറിയാവോ ഇല്ല. ശ്രദ്ധിക്കാം ക്വസ്റ്റ്യനിൽ പറയുന്നു 2 പേനയുടെയും 3 നോട്ട്ബുക്കിന്റെയും വില എത്ര രൂപ 40 രൂപ. 2 പേനയുടെയും 3 നോട്ട്ബുക്കിന്റെയും വില 40 രൂപ. പിന്നെന്താ പറയുന്നത് 2 പേനയുടെയും 5 നോട്ട്ബുക്കിന്റെയും വില 60 രൂപ. 2 പേനയുടെയും 5 നോട്ട്ബുക്കിന്റെയും വില 60 രൂപ. അപ്പൊ ഇതിൽ എന്താ വ്യത്യാസം പേനയുടെ വില നമുക്ക് അറിയാവോ ഇല്ല. അപ്പൊ പേനയെ നമുക്ക് x എന്ന് വിളിക്കാം ഇല്ലേ. 2x പ്ലസ് നോട്ട്ബുക്കിനെ y എന്ന് വിളിക്കാം. 3y = 40. ഇവിടെ പേനയെ x എന്നും വിളിക്കാം നോട്ട്ബുക്കിനെ y എന്നും വിളിക്കാം. 2x + 5y = 60. അതായത് നോക്കിയേ 2x + 3y = 40. 2x + 5y = 60. 2 ഇക്വേഷൻ ആയില്ലേ സിമ്പിൾ. ഇനി അടുത്ത എന്താ സോൾവ് ചെയ്യാം ഇല്ലേ. സോൾവ് ചെയ്യുന്ന നോക്കിക്കോ. എന്താ പറഞ്ഞ സെയിം നമ്പേഴ്സ് ആണെങ്കിൽ സോൾവ് ചെയ്യാം. 2x ഉം 2x ഉം സെയിം അല്ലേ സോൾവ് ചെയ്തൂടെ. പക്ഷെ നോക്ക് രണ്ടും പ്ലസ്സാ പ്ലസും പ്ലസും പ്ലസ്സാ. അപ്പൊ കൂട്ടിയാ വെക്കണ്ട. പക്ഷെ സെയിം നമ്പേഴ്സിനെ നമ്മൾ എന്താ ചെയ്യണം കുറച്ച് കളയണം അല്ലേ. അപ്പൊ ഈ പ്ലസ് 2xന് പകരം ഞാൻ എന്താക്കി പ്ലസിന് മൈനസ് ഇട്ട് കൊടുത്തു. അപ്പൊ പ്ലസും മൈനസും മൈനസ് ഇത് വെട്ടിപ്പോയി ആണേ. ഒരുത്തന്നെ മാത്രം സൈൻ ഇട്ട് കൊടുക്കുന്നത് ശരിയാണോ ഇവനും കൊടുക്കണ്ടേ ഇവനും കൊടുക്കണ്ടേ. അപ്പൊ 3y 5y കുറച്ചാ എത്ര y -2y. 40 60 കുറച്ചാ -20. മൈനസും മൈനസും ക്യാൻസൽ ആയി പോയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം y = 20/2 എത്ര വരും 10. y എത്ര 10. അപ്പൊ y എന്തുവാ നോട്ട്ബുക്ക്. അപ്പൊ ഒരു നോട്ട്ബുക്കിന്റെ വില എത്ര 10 രൂപ. നോട്ട്ബുക്കിന്റെ വില എത്ര 10 രൂപ. നോട്ട്ബുക്കിന്റെ വില കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണം പേനയുടെ വില കാണാം. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക. നോക്കിയേ ഞാൻ അങ്ങോട്ട് പോയി എന്നാല് നിങ്ങൾ ഇത് നോക്കൂ 2x + 3y = 40. ഇതല്ലേ എന്താണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ നോട്ട്ബുക്കിന്റെ വില കിട്ടി 10 രൂപ. നോട്ട്ബുക്കിന് നമ്മൾ y ആയിട്ടാ വിളിച്ചത്. നോക്ക് 2x + 3 × y എത്ര 10 = 40. 2x + 3 10s are 30 = 40.
അതായത് 2x is equal to 40 minus 30 എത്ര വരും? 2x is equal to 10. Therefore x is equal to 10 by 2 എത്ര വരും? 5. പേനയുടെ വില എത്ര? 5. നോട്ട്ബുക്കിന്റെ വില എത്ര? 10. മനസ്സിലായല്ലോ? സിമ്പിൾ കണക്കല്ലേ? അടുത്തതിലോട്ട് പോവാം. ഓക്കെ, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തില്ല, സിമ്പിൾ കണക്കാ. ഇതേ മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തായിരുന്നു, ഓർമ്മയുണ്ടോ? ടേബിളിന്റെയും മേശയുടെയും ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടാ? അത് തന്നെ ഇത്. എത്ര വട്ടം വേണമെങ്കിലും നിങ്ങൾക്ക് റിവൈൻഡ് ചെയ്ത് കാണാം കേട്ടോ. ക്ലാസ്സിലെ പോലെയല്ല, ക്ലാസ്സിലാണെങ്കിൽ നമ്മൾ ലിമിറ്റഡ് ടൈം അല്ലേ, ഇതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കിട്ടുന്നുണ്ട്. എത്ര വട്ടം വേണമെങ്കിലും നിങ്ങൾക്ക് റിവൈൻഡ് ചെയ്ത് കാണാം. മനസ്സിലായില്ലെങ്കിൽ സാറിൻ്റെ കയ്യിൽ പറഞ്ഞാൽ മതി, സാറിൻ്റെ കയ്യിൽ നിങ്ങളുടെ ഡൗട്ട്സ് തന്നോളും, അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചാലും മതി. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമ്മൾ ഇത് വലിയ ചാപ്റ്റർ ഒന്നും അല്ല. ഇപ്പൊ നമ്മൾ ഒന്നാമത്തെ എക്സസൈസ് തീർന്നു, അതേപോലെ രണ്ടാമത്തെ എക്സസൈസിന്റെ പകുതിയായി. എല്ലാ ക്വസ്റ്റ്യനും ചെയ്തിട്ടില്ല, ഓൾമോസ്റ്റ്. ഇനിയിപ്പോ മൂന്നാമത്തെ എക്സസൈസ് ഉണ്ട്. മൂന്നാമത്തെ എക്സസൈസ് ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കത്തുള്ളൂ. രണ്ടാമത്തെ എക്സസൈസിന്റെ പകുതി, ബാക്കി പകുതി മൂന്നാമത്തെ എക്സസൈസും അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അപ്പം അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ശ്രദ്ധിച്ചോണേ, ശരിയല്ലേ? റെക്റ്റാങ്കിൾ തന്നെ ആയിട്ടുണ്ടല്ലേ? അപ്പൊ ഇതൊരു എന്താണ്? റെക്റ്റാങ്കിൾ ആണ്, അല്ലെങ്കിൽ എന്താ നമുക്ക് പറയാം, ഇതൊരു ചതുരമാണ്, ഇല്ലേ? അപ്പം ക്വസ്റ്റ്യനിൽ പറയുന്നു ഇൻ എ റെക്റ്റാങ്കിൾ ഓഫ് പെരിമീറ്റർ 1 മീറ്റർ. റെക്റ്റാങ്കിൾ ഓഫ് പെരിമീറ്റർ 1 മീറ്റർ. അപ്പം ചുറ്റളവ് എത്ര മീറ്റർ ആന്ന് പറയുന്നു? 1 മീറ്റർ ആണ്. പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എത്ര മീറ്റർ? 1 മീറ്റർ. 1 മീറ്റർ. 1 മീറ്റർ എന്ന് വെച്ചാൽ എത്ര സെന്റിമീറ്ററാ? 100 സെന്റിമീറ്റർ അല്ലേ? അപ്പൊ ചുറ്റളവ് എത്ര സെന്റിമീറ്റർ? 100 സെന്റിമീറ്റർ. അപ്പം പെരിമീറ്റർ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഇതേ പ്ലസ് ഇതേ പ്ലസ് ഇതേ പ്ലസ് ഇത് എല്ലാം കൂടെ കൂട്ടുന്നതല്ലേ? അതായത് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് പ്ലസ് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് എത്ര? 100 സെന്റിമീറ്റർ ആണേ. ലെങ്ത്തിനെ ഞാൻ എക്സ് എന്ന് വിളിച്ചോട്ടെ, ബ്രെഡ്ത്തിനെ ഞാൻ വൈ എന്നും വിളിക്കാം. അപ്പൊ ലെങ്ത്തിനെ എക്സ് എന്ന് വിളിച്ചു, ബ്രെഡ്ത്തിനെ വൈ എന്ന് വിളിച്ചു. ലെങ്ത്തിനെ എക്സ് എന്ന് വിളിച്ചു, ബ്രെഡ്ത്തിനെ വൈ എന്ന് വിളിച്ചു. എത്ര വന്ന്? 100. എക്സ് എ പ്ലസ് എക്സ് 8ാം ക്ലാസ്സിൽ പഠിച്ചു, 2x. വൈ എ പ്ലസ് വൈ 8ാം ക്ലാസ്സിൽ പഠിച്ചു, എന്താ? 2y ഇസ് ഈക്വൽ ടു 100. 2x പ്ലസ് 2y എത്ര? 100. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്, ശ്രദ്ധിച്ചേ. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് 2x 2y 100. ഇതിനെല്ലാം നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ, അല്ലേ? എല്ലാം 2 കൊണ്ട് അടങ്ങുന്നത് കൊണ്ടാണ് ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തത്. ഇപ്പം ഇതും ഇതുവേ അടങ്ങുന്നോളൂ, ഇത് അടങ്ങുന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പോകരുത്, ഇങ്ങനെ തന്നെ ഇടണം. അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2/2 1 ആവും. അപ്പൊ എക്സ് എ പ്ലസ് 2/2 1, വൈ എ ഇസ് ഈക്വൽ ടു 100/2 50. ഒന്നാമത്തെ ഇക്വേഷൻ ആയില്ലേ? എന്ത് എളുപ്പത്തിൽ കിട്ടി ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി അടുത്ത നോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഒരു സൈഡ് മറ്റേ സൈഡിനെ കാട്ടി 5 മീറ്റർ വലുതാന്ന് പറയുന്നു. എന്താ പറയുന്നത്? ഒരു സൈഡ് മറ്റേ സൈഡിനെ കാട്ടി 5 മീറ്റർ വലുതാ. അപ്പൊ സപ്പോസ് ഞാൻ എടുക്കുക, ഈ ലെങ്ത് എന്ന് പറയുന്നത് ബ്രെഡ്ത്തിനെ കാട്ടി 5 മീറ്റർ വലുതാ. ലെങ്ത് എന്ന് പറയുന്നത് ബ്രെഡ്ത്തിനെ കാട്ടി 5 മീറ്റർ വലുതാ. ലെങ്ത് 10 ആണെങ്കിൽ ബ്രെഡ്ത്ത് എത്ര? 5. ഇതിനെ കാട്ടി 5 മീറ്റർ വലുതാണ് ആര്? ലെങ്ത്. അപ്പൊ ലെങ്ത്തിനെ നമ്മൾ എന്തെന്നാ വിളിച്ച? എക്സ് എന്ന് വിളിച്ച്. ബ്രെഡ്ത്തിനെ വൈ എന്ന് വിളിച്ച്. എക്സ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് 5 അല്ലേ? ഈ വൈ ഇവിടെ കിടക്കുമല്ലേ? വൈ ഇപ്പുറത്തോട്ട് എടുത്താൽ എന്തായി? പ്ലസ് വൈ ഇപ്പുറം വന്ന് മൈനസ് വൈ ആയി. അപ്പൊ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 5. വേറൊരു ഇക്വേഷൻ ആയില്ലേ? അപ്പം എക്സ് മൈനസ് വൈ 5, എക്സ് പ്ലസ് വൈ എത്ര? 50. ഇനി നോക്കിയേ, നമുക്ക് സോൾവ് ചെയ്യാം. രണ്ട് ഇക്വേഷൻ ഏതൊക്കെ? എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 50ഉം എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 5ഉം. രണ്ടും സെയിം ആ ഇല്ലേ? അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിന് 0 ആക്കിയാൽ മതി. ഇതിനെ നമുക്ക് 0 ആക്കാം. പ്ലസും മൈനസും ഓൾറെഡി കിടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഇനി സൈൻ മാറ്റേണ്ട ആവശ്യമില്ല. അപ്പൊ പ്ലസും മൈനസും 0 ആയി പോയി.
ആർക്കും സൈൻ മാറ്റിയില്ലല്ലോ. അപ്പൊ ഇവിടെ ആരെയും സൈൻ മാറ്റേണ്ട. എക്സ് പ്ലസ് എക്സ് 2x 2x is equal to 50 പ്ലസ് 5 55. അപ്പൊ എക്സ് എന്ന് പറയുന്നത് എത്ര? 55/2 എത്ര വരും? 22.5. എക്സ് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് y കണ്ടുപിടിച്ചൂടെ? അതായത് ചെറിയ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഉണ്ട്. എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 5. എക്സ് എത്ര? 22.5 മൈനസ് വൈ ഇസ് ഈക്വൽ ടു 5. എക്സ് നമുക്ക് കിട്ടിയ എക്സിന്റെ വാല്യൂ ഇവിടെ എടുത്തിട്ട് കൊടുത്ത് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 5. അപ്പൊ നോക്കിയേ വൈ അല്ലേ കണ്ടുപിടിക്കണ്ട. അപ്പൊ 22.5 പ്ലസ് 5 ഇപ്പുറം വന്നപ്പം -5y ഇസ് ഈക്വൽ ടു വൈ. അതായത് 22.5 5 കുറച്ച എത്ര വരാ? 17.5. അപ്പൊ y എത്ര? 17.5. നോക്കിയേ എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 5 എന്ന് പറയുന്ന ഇക്വേഷൻ ഞാൻ എടുത്തെഴുതി. നമ്മൾ കണ്ടുപിടിച്ച എക്സിന്റെ വാല്യൂ എത്ര? 22.5 എക്സിന്റെ സ്ഥാനത്ത് ഇട്ട് കൊടുത്തു. മൈനസ് വൈ ഇസ് ഈക്വൽ ടു 5. അപ്പൊ പ്ലസ് 5 ഇപ്പുറം വന്ന് -5y മൈനസ് വൈ അപ്പുറം കൊണ്ടുപോയപ്പോ +y ആയി. 22.5 5 കുറച്ച 17.5. അപ്പൊ വൈയുടെ എത്ര വാല്യൂ എത്ര? 17.5. ഓക്കെ ആണോ? സിമ്പിൾ അല്ലേ? ആണേ? മനസ്സിലായല്ലേ? ഓക്കെ. ഇപ്പൊ മൂന്നാമത്തെ കണക്കാണ് ഇന്ന് നമ്മൾ ചെയ്യുന്ന. ഓക്കെ ആണല്ലേ? പക്ക വൃത്തിയായിട്ട് പഠിക്കുക. ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാനുള്ള സമയമുണ്ട്. ഒരു ക്വസ്റ്റ്യനും കൂടെ, അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ് അങ്ങ് ചെറുതായി പോകും. Okay, question ഞാൻ വായിക്കാം. When we add 1 to the numerator of a fraction and simplify it, we get 1/2 എന്ന് വെച്ചാൽ ഒരു ഫ്രാക്ഷൻ, ആ ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിലോട്ട് നമ്മൾ 1 ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 1/2 ആയിരിക്കും. അതേ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിലോട്ട് നമ്മൾ 1 ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 1/3 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫ്രാക്ഷൻ എത്രയെന്നാണ് ചോദ്യം. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഫ്രാക്ഷൻ എത്രയാണെന്നാണ് ചോദ്യം. നമുക്ക് ഫ്രാക്ഷൻ അറിയാവോ? ഇല്ല. അപ്പൊ നമുക്ക് എഴുതാം ലെറ്റ് ദ ഫ്രാക്ഷൻ ബി. ഫ്രാക്ഷൻ നമ്മൾ എങ്ങനെ എഴുതുന്ന? ഇങ്ങനെ മേളിൽ ഓർ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ. ലെറ്റ് ദ ഫ്രാക്ഷൻ ബി x/1. ഫസ്റ്റ് കണ്ടീഷൻ അനുസരിച്ച് ന്യൂമറേറ്ററിൽ 1 ആഡ് ചെയ്ത് കൊടുക്കുക. ന്യൂമറേറ്റർ എക്സ് അവിടെ 1 ആഡ് ചെയ്ത് കൊടുക്കുമ്പം കിട്ടുന്ന ആൻസർ എന്താന്നാ പറഞ്ഞ? 1/2 എന്നാ പറഞ്ഞ ഇല്ലേ? സെക്കൻഡ് കണ്ടീഷൻ എന്തുവാ? ഡിനോമിനേറ്ററിൽ 1 ആഡ് ചെയ്ത് കൊടുത്താൽ കിട്ടുന്ന ആൻസർ 1/3. കണ്ട, ഇത് ഇച്ചിരി കുഴപ്പിക്കും നിങ്ങളെ, പക്ഷെ എളുപ്പമാ. ശ്രദ്ധിച്ചു നോക്കിയേ. അപ്പൊ 2 ഇക്വേഷൻ നമുക്ക് കിട്ടി. ന്യൂമറേറ്ററിൽ 1 ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ 1/2 കിട്ടി. ഡിനോമിനേറ്ററിൽ 1 ആഡ് ചെയ്ത് കൊടുത്തപ്പം 1/3 കിട്ടി. ഓണേ, ഇനി നോക്കിയേ, ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇവിടെ കൊണ്ടുപോയി. 2 into x plus 1 is equal to y into 1 y. അതായത് 2 ഇങ്ങോട്ട് y അങ്ങോട്ട്. അപ്പൊ നോക്കിയേ, 2 into x 2x plus 2 ones are 2 is equal to y. ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് x ഉം y ഒരേ സ്ഥലത്ത് കൊണ്ടുവരണ്ടേ? y അപ്പുറം കൊണ്ടുവന്നാൽ -y. ഈ +2 അപ്പുറം പോകുമ്പോൾ -2. ഒന്നാമത്തെ ഇക്വേഷൻ. പക്കാ? ഇനി ഇതും അതേ കണക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 into x 3x is equal to y plus 1 into 1 y plus 1. 3x plus y അപ്പുറം കൊണ്ടുവന്ന് -y is equal to 1. ഇക്വേഷൻ നമ്പർ 2 ആണേ. അപ്പൊ 2 ഇക്വേഷനും നമുക്ക് എടുത്തെഴുതാം. ഒന്നാമത്തെ ഇക്വേഷൻ 2x minus y is equal to -2. അടുത്ത ഇക്വേഷൻ 3x minus y is equal to 1. ഓക്കെ ആണോ? അടുത്തെന്തുവാ? സോൾവിങ് അല്ലേ? രണ്ടിടത്തും സെയിം ഒരു സാധനം ഉണ്ടല്ലേ? അപ്പൊ സൈൻ മാറ്റി കൊടുത്താൽ അതില്ലേ? മൈനസും മൈനസും ആയിട്ട് സൈൻ മാറ്റി കൊടുത്ത് നെഗറ്റീവ് ആക്കി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെയും സൈൻ മാറ്റുക, ഇതിന്റെയും സൈൻ മാറ്റുക. പ്ലസ് ആയിട്ട് മൈനസ് ആക്കി, ഇവിടെയും പ്ലസ് ആയിട്ട് മൈനസ് ആക്കി. ഇത് വെട്ടിപ്പോയി. 2 ന്ന് 3 കുറച്ചാ 1. വലിയതിന്റെ സൈൻ -3 അപ്പം -x
-2 -1 എത്ര -3 മൈനസും മൈനസും കട്ടായി പോയി അപ്പൊ x എത്ര 3 ഓക്കെ ആണ് x 3 ആണെങ്കിൽ അടുത്ത് നമുക്ക് y കണ്ടുപിടിക്കണ്ടേ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഇട് ഒന്നാമത്തെ ഇക്വേഷൻ തന്നെ എടുക്കാം നോക്ക് 2x minus y is equal to -2 x നമുക്ക് കിട്ടി 2 into x ന് പകരം 3 minus y is equal to -2 2 3s are 6 6 minus y is equal to -2 ആണേ അങ്ങനെയാണെങ്കിൽ നോക്കിയേ ശ്രദ്ധിച്ചേ -2 ഇപ്പുറം കൊണ്ടുവന്ന +2 അപ്പോൾ 6 + 2 is equal to -y അപ്പുറം പോകുമ്പം +y 6 + 2 8 അപ്പോൾ y യുടെ വാല്യൂ എത്ര 8 ഓക്കെ ആണോ x ന്റെ വാല്യൂ 3 y യുടെ വാല്യൂ എത്ര അതുകൊണ്ട് നമുക്ക് പറയാം ഫ്രാക്ഷനല്ലേ ചോദിച്ചേക്കുന്ന x/y x എത്ര 3 y എത്ര 8 ഓക്കെ ആണോ ഒന്നും കൂടെ പറയാൻ നോക്കുക ഫ്രാക്ഷൻ x/y ആ അപ്പം ന്യൂമറേറ്ററിൽ 1 ആഡ് ചെയ്ത് കൊടുത്തപ്പം കിട്ടിയ ആൻസർ 1/2 ഡിനോമിനേറ്ററിൽ 1 ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ കിട്ടിയ ആൻസർ 1/3 ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പോൾ x + 1 * 2 2 * x + 2 * 1 2 * x + 2 * 1 is equal to y x നെ y ഒരേ സ്ഥലത്ത് കൊണ്ടുവരുന്നു 2x + y അപ്പുറം വന്നപ്പോൾ -y is equal to +2 അപ്പുറം പോയപ്പം -2 അതേപോലെ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു 3 * x 3x is equal to 1 * y + 1 y + 1 3x + y ഇപ്പുറം വന്ന് എന്തായി -y is equal to 1 ആണ് രണ്ട് ഇക്വേഷൻ ആയി ഒന്നാമത്തെ ഇക്വേഷൻ 2x - y is equal to -2 രണ്ടാമത്തെ ഇക്വേഷൻ 3x - y is equal to 1 രണ്ട് ഇക്വേഷനും എടുത്ത് എഴുതി ഇത് കുറച്ച് കളഞ്ഞ് എന്നിട്ട് ഇത് സോൾവ് ചെയ്ത് അപ്പോൾ x ന്റെ വാല്യൂ 3 എന്നും കിട്ടി y യുടെ വാല്യൂ 8 എന്നും കിട്ടി ഓക്കെ ആണോ ഇത്രേ ഉള്ളൂ സംഭവം എന്താ പെയർ ഓഫ് ഇക്വേഷൻസ് വലിയ ബാലികേറ മലയൊന്നുമല്ല പെയർ ഓഫ് ഇക്വേഷൻസ് സംഭവം ഇത്രേ ഉള്ളൂ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കും വൃത്തിയായിട്ട് പഠിക്കുക വൃത്തിയായിട്ട് പഠിച്ചാൽ ഈ ചാപ്റ്ററിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാം പിന്നെ ഇതേപോലത്തെ സോൾവിങ് ഉണ്ടല്ലോ അതിന് അടുത്ത ക്ലാസ്സിൽ അടുത്ത വർഷം ഫുൾ ഇതാ എല്ലാ ചാപ്റ്ററിലും കയറി വരും ഇതേ കണക്കത്തെ സോൾവിങ് ഒരു ഇക്വേഷൻ രണ്ട് ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കി എടുക്കും എന്നിട്ട് ഇതേ കണക്ക് സോൾവ് ചെയ്യേണ്ട വരും അതുകൊണ്ട് ഒന്നും സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല 9ാം ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് 9ാം ക്ലാസ്സിലെ പോർഷൻ എന്ന് പറയത്തില്ലേ 10 ഗോപി പറഞ്ഞാൽ മനസ്സിലായല്ലേ അപ്പോൾ ഇതെല്ലാം വൃത്തിയായിട്ട് ഇന്ന് പഠിക്കുക ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഞാൻ അയക്കാം ഓക്കെ അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം